ഇന്ന് നമുക്ക് വൂവൻ സ്പൈഡർ വീല് അല്ലെങ്കിൽ വൂവൻ റോസ് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഡബിൾ ഷെയ്ഡിൽ വരുന്ന എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം വൂവൻ സ്പൈഡർ വീല് അല്ലെങ്കിൽ വൂവൻ റോസ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ ഒരു സർക്കിളാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ഫ്ലവറാണ് വേണ്ടത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സർക്കിൾ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യണം. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ഓഡ് നമ്പേഴ്സ്, അതായത് ഒറ്റക്ക് സംഖ്യയിലായിരിക്കണം ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ സർക്കിൾ 5 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി വലിയൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് 7 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യ ഉപയോഗിക്കാൻ പാടില്ല, ഒറ്റക്ക സംഖ്യയാണ്, ഓഡ് നമ്പേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ലെങ്ത്തിൽ നമ്മൾ ത്രെഡ് എടുക്കണം. ഒരുപാട് ലെങ്ത്ത് വേണ്ട, എന്നാലും നമുക്ക് ഏകദേശം ഒരു ഇതറിയാമല്ലോ എത്ര വേണമെന്ന്. അപ്പോൾ കുറച്ചൊരു ലെങ്ത്തിൽ വേണം നമുക്ക് ത്രെഡ് എടുക്കാൻ. ആദ്യം നമുക്ക് ഈ ലൈൻസ് എല്ലാം സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെൻറ്ററിലോട്ട് ഇറക്കി കൊടുത്താൽ മതി ഇതുപോലെ. ഇനി നമുക്ക് ഈ സെൻറ്റർ പോർഷൻ്റെ അടുത്തുനിന്ന് ഇതുപോലെ നീഡിലെടുക്കാം. ഇങ്ങനെ ഇനി നമുക്ക് ഈ ത്രെഡ് ഈ ലൈൻസിൻ്റെ ഉള്ളിലൂടെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ ഓരോ ലൈൻസ് ഇടവിട്ടിട്ടായിരിക്കും നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. അതായത് ഓൾട്ടർനേറ്റീവ് ലൈൻസിൽ മാത്രമേ നമ്മൾ ചുറ്റി കൊടുക്കാറുള്ളൂ. ഞാനതിപ്പോൾ തയ്ച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നീഡിലിടുന്നത്. ഇങ്ങനെ. എന്നിട്ട് ഞാൻ ഈ സ്റ്റിച്ച് വിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഇനി ഇടുന്നത്. ഇങ്ങനെ. ഇനി ഈ സ്റ്റിച്ച് വിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ. കണ്ടോ, ഇങ്ങനെ. ഇനിയും ഈ സ്റ്റിച്ച് വിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മളിത് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഈ കംപ്ലീറ്റ് സർക്കിളും ചുറ്റി കൊടുക്കണം. ഇനി ഇത് വിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ടൈറ്റ് ആക്കാൻ പാടില്ല. ഇനി ഇത് വിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ. ഇനി ഇത് വിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ. ഇത് വിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ. കണ്ടോ, ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കണം നമുക്ക് ഈ റോസ് ചുറ്റി കൊടുക്കേണ്ടത്.
അപ്പോൾ നമ്മൾ ഈ സർക്കിളിൽ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നീഡിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇട്ടിട്ട് ഇതുപോലെ ഇറക്കി കൊടുക്കാം. നമ്മുടെ വൂവൻ സ്പൈഡർ വീൽ അല്ലെങ്കിൽ വൂവൻ റോസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനൊരു റോസിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി, ഇതിപ്പോൾ ഇങ്ങനെ പതിഞ്ഞല്ലേ ഇരിക്കുക, അപ്പോൾ ഇതിനൊരു ഫ്ലഫിനെസ്, അതായത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീഡിലിൻ്റെ ബാക്ക് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. നമ്മളിപ്പോൾ ചുറ്റി കൊടുത്ത ത്രെഡിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. കണ്ടോ? ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിന് എതള് വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ സർക്കിൾ കംപ്ലീറ്റ് ഇതുപോലെ ചുറ്റി കൊടുത്തിരിക്കുകയാണ്. ഇതല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ നമുക്ക് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എംബ്രോയ്ഡറി തീരെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഡിസൈന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.